വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ടിപ്പാണ്. നമ്മൾ ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസിനെ എങ്ങനെയാണ് ഒരു ഗ്ലോയിങ് സ്കിന്നാക്കി മാറ്റാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഐസ് ക്യൂബിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ചോറ്, പാല്, റോസ് വാട്ടർ, പിന്നെ പുതിനയില. ഇത് 4 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസോ അതിന്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് അടിപൊളിയാണ്. ഇപ്പൊ നമുക്ക് ദിവസം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 സ്പൂൺ ചോറിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 സ്പൂണ് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇത് അപ്പം ഞാൻ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആവണം. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ 3 സ്പൂണ് നമ്മൾ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 4 സ്പൂണ് പാലും ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ആക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചെടുത്ത ചോറ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് ഐസ് ക്യൂബ് ഉണ്ടാക്കാനായിട്ട് ഐസ് ട്രേയിലിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. ഓരോന്ന് വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമുക്കത് ഒന്ന് സെറ്റാക്കാൻ വെക്കാം. ഞാനിതിൽ എനിക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചോറും പാലും പിന്നെ റോസ് വാട്ടറൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചോറൊക്കെ ആഡ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാണ്. ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു റിസൾട്ട് ഫേസിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.